ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ നമ്മൾ സ്റ്റോറി ഇടാറുണ്ട്. ഫോട്ടോസുണ്ട്, വീഡിയോസുണ്ട്. അതിൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പാർട്ടായിട്ടാണ് അപ്ലോഡ് ആവുക. അപ്പോൾ അതിൽ ചിലപ്പോൾ ഫസ്റ്റ് പാർട്ട് വൃത്തിക്ക് അപ്ലോഡ് ആവും, സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ കുഡ് നോട്ട് അപ്ലോഡ് ട്രൈ ചെയ്യുക കാണാൻ പറ്റും. എന്നിട്ട് മൂന്നാമത്തെ ചിലപ്പോൾ വൃത്തിക്കാവും. അപ്പോൾ നമുക്കത് ഒരു ഓർഡറിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല മിക്ക സമയങ്ങളിലും. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർഡറിൽ അപ്ലോഡ് ചെയ്യാം, ഈ കുഡ് നോട്ട് അപ്ലോഡ് ട്രൈ ചെയ്യുക എന്നൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റഡ് എല്ലാം നോക്കുക. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആക്കുക, എന്നിട്ട് അതിനുശേഷം സ്റ്റോറി ഇട്ട് വെക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ പ്രോബ്ലം ഫിക്സ് ആയിട്ടുണ്ടാവും, ഈ സ്റ്റോറിയുടെ ഇഷ്യൂ ഫിക്സ് ആയിട്ടുണ്ടാവും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക. ഓരോരോ ഫോണിൽ ഓരോരോ മെത്തേഡാണ്. അപ്പോൾ ആപ്പ് ഇൻഫോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പ് ലോങ് പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആപ്പ് ഇൻഫോ. ഓരോരോ ഫോണിൽ ഓരോരോ മെത്തേഡാണ്, മിക്ക ഫോണിലും ഇതേ ടൈപ്പ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആപ്പ് ഇൻഫോ എന്തായാലും എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് അതിൽ കാണാൻ പറ്റും ഫോഴ്സ് സ്റ്റോപ്പ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തതിന് ശേഷം നമുക്ക് അതിൽ കാണാൻ പറ്റും സ്റ്റോറേജിൽ പോവുക. എന്നിട്ട് നമ്മൾ ക്ലിയർ ക്യാഷ് ഉണ്ടാവും, ക്ലിയർ ഡാറ്റ ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലിയർ ക്യാഷ് കൊടുക്കുക, അതിന് ശേഷം നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുക്കുക. അങ്ങനെ രണ്ടും ക്ലിയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ക്ലിയർ ക്യാഷും രണ്ടാമത് ക്ലിയർ ഡാറ്റയും, അത് രണ്ടും ക്ലിയർ ചെയ്യുക. എന്നിട്ട് ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി വെക്കുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ഇൻ്റർഫേസ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോളിസി പ്രകാരം സ്ക്രീൻ റെക്കോർഡറും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഓഫാവും. അപ്പോൾ ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ പാസ്വേഡ് യൂസർ നെയിമും കൊടുത്തിട്ട് ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറി ഇട്ട് വെക്കാം. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അടുത്ത വീഡിയോ നമുക്ക് സ്റ്റോറി ആയിട്ട് ഇട്ട് വെക്കാം. നമ്മുടെ ആ പ്രോബ്ലം ഫിക്സ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ വീഡിയോ ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് നോക്കാം, സ്റ്റോറി അപ്ലോഡ് ആവേണ്ടോ നോക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോറി അപ്ലോഡ് ആയിട്ടില്ല. കുഡ് നോട്ട് അപ്ലോഡ് ട്രൈ ചെയ്യാൻ എന്നുള്ള ഒരു പ്രോബ്ലത്തിലാണ് ഇപ്പോൾ നിൽക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറി ഇടുന്ന സെക്ഷനിൽ പോവുക. നമ്മൾ സ്റ്റോറി ഇട്ടുണ്ടല്ലോ, ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റില്ല കുഡ് നോട്ട് അപ്ലോഡ് ട്രൈ ചെയ്യുക എന്നുള്ള ഭാഗം. ആ ഭാഗം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ആ ഒരു ഭാഗമാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുക. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റും മേലെ ഒരു 3 വര ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് താഴെ സെറ്റിങ്സ് കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും ഹെൽപ്പ്, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും റിപ്പോർട്ട് ഓഫ് പ്രോബ്ലം, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും റിപ്പോർട്ട് ഓഫ് പ്രോബ്ലം, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വരിക ഇങ്ങനെ ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് മേലെ കാണാൻ പറ്റും എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ഓർ വാട്ട്സ് നോട്ട് വർക്കിംഗ്. അവിടെ നമ്മൾ ഒരു സംഭവം ടൈപ്പ് ചെയ്യാണ്ട് ആ ടൈപ്പ് ചെയ്യേണ്ട സംഭവം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് അതേപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും താഴെ ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് മേലെ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. നമുക്ക് ഒരു 24 hours അല്ലെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, മാക്സിമം ഒരാഴ്ച അതിനുള്ളിലൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രോബ്ലം കുഡ് നോട്ട് അപ്ലോഡ് ട്രൈ ചെയ്യുക എന്നുള്ള പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ പെട്ടെന്നൊന്നും മാറില്ല, ചിലപ്പോൾ മാക്സിമം ഒരാഴ്ച അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 24 hours അതിനുള്ളൊക്കെ മാറും. അപ്പോൾ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ.